വളരെ വ്യക്തമായി കുറച്ചു മുൻപ് മൻമോഹൻ സിംഗ് പറഞ്ഞതാണ്, രാജ്യത്തിന്റെ സാമ്പത്തികം തകർന്ന് തരിപ്പണമായി പോകും, കാത്തു സൂക്ഷിച്ചുകൊള്ളുക. BJP-യുടെ നേതാക്കന്മാർ പറഞ്ഞു അയാളോട് പോയി മിണ്ടാതിരിക്കാൻ. ഒരു ബഹുമാനവും നൽകിയില്ല. അദ്ദേഹത്തെ പരിഹസിച്ച് താഴെ തട്ടിൽ കൊണ്ടുപോയി എത്തിച്ചു. ഇപ്പോഴിതാ നിങ്ങളിൽ നിന്ന് തന്നെ പലരും അഭിപ്രായം പറഞ്ഞ് രംഗത്ത് വരുന്നു. NDA-യുടെ സഖ്യകക്ഷികൾ പറയുന്നു, മൻമോഹൻ സിംഗിനോട് അഭിപ്രായം ചോദിക്കൂ, ഉപദേശം ചോദിക്കൂ, അദ്ദേഹം പരിഹരിച്ചു തരും നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധി, രാജ്യം നേരിടുന്ന സാമ്പത്തിക മാന്ദ്യം. ഇത് പറഞ്ഞത് ശിവസേനയുടെ അധ്യക്ഷനായിട്ടുള്ള ഉദ്ധവ് താക്കറെയാണ്. ഉദ്ധവ് താക്കറെ പറയുന്നു, ഒരു കാരണവശാലും ഇവിടെ രാഷ്ട്രീയമോ മതമോ നോക്കാതെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് മൻമോഹൻ സിംഗിൽ നിന്നും ഉപദേശം സ്വീകരിക്കാൻ കേന്ദ്രം തയ്യാറാവണം, നിർമ്മല സീതാരാമൻ തയ്യാറാവണമെന്നാണ് ഉദ്ധവ് താക്കറെ പറയുന്നുള്ളത്. എന്നാൽ അതിനേക്കാളും വലിയ വിമർശനമാണ് ശിവസേനയുടെ മുഖപത്രമായിട്ടുള്ള സാമ്നയിലുള്ളത്. സാമ്ന മുന്നോട്ട് വെക്കുന്നത് ഇങ്ങനെയാണ്: രാജ്യത്തിന്റെ GDP 5% തളർന്നിരിക്കുകയാണ്. ചിദംബരം പോലും അറസ്റ്റിനിടയിൽ പോലും കസ്റ്റഡികൾക്കിടയിൽ പോലും പരിഹസിച്ചു പറയുന്നു 5% എത്തി എന്നുള്ളത്. സാമ്ന വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഈ 5% വളരെ വ്യക്തമായി പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ വിദഗ്ധനായ സാമ്പത്തിക ശാസ്ത്രത്തിൽ എന്തുകൊണ്ടും മുന്നോട്ട് നിൽക്കുന്ന മൻമോഹൻ സിംഗിന്റെ കയ്യിൽ നിന്നും ഉപദേശങ്ങൾ സ്വീകരിക്കാൻ നിർമ്മല സീതാരാമനെ പോലെയുള്ള BJP-യുടെ നേതാക്കന്മാരും മന്ത്രിമാരും തയ്യാറാവണമെന്നാണ് സാമ്ന മുന്നോട്ട് വെക്കുന്നുള്ളത്. എന്നാൽ ഇപ്പോഴും BJP-യുടെ ചില നേതാക്കന്മാർ നാണം കൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ മൻമോഹൻ സിംഗിനോട് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ പരാജയത്തിലേക്ക് പോയി പോകുമോ എന്നുള്ള ഒരു ഭയം കൊണ്ട് അവർ രാജ്യത്തെ ഉറ്റുകൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ മൻമോഹൻ സിംഗിനോട് അഭിപ്രായം ചോദിക്കാൻ മോദിയോ അമിത്ഷയോ മുന്നോട്ട് വരില്ല. പക്ഷേ കൂടെയുള്ളവർക്ക് വിവരം വെച്ച് തുടങ്ങിയിരിക്കുന്നു. അവർ വലിയ രീതിയിൽ പറയുന്നുണ്ട്. കാരണം അവർക്ക് വിദഗ്ധമായ റിപ്പോർട്ടുകൾ കിട്ടി. ഈ ഒരു അവസ്ഥയോടുകൂടി രാജ്യം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രാജ്യത്തിന്റെ വ്യവസായ മേഖലകളിൽ തകർച്ചയുണ്ടാകും. അങ്ങനെ തകർച്ചയുണ്ടായി കഴിഞ്ഞാൽ പാർട്ടിയിലേക്ക് വരുന്ന ഫണ്ടുകൾ നിർത്തലാകും. അത് പാർട്ടിയെ പ്രയാസത്തിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഒരു അവസ്ഥയെ അഭിമുഖീകരിക്കാൻ അവർ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് അവർ പറയുന്നു, മൻമോഹൻ സിംഗിനെ വിളിക്കൂ, രാജ്യത്തെ രക്ഷിക്കൂ എന്ന്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അനങ്കൂർ, കാസർഗോഡ്.